ഈ മാസം 20 മുതൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന പണത്തിന്റെ പരിധി ഉയർത്തിയിട്ടുണ്ട്. പരമാവധി 50,000 രൂപ വരെ പിൻവലിക്കാം എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. ഈ സാമ്പത്തിക വർഷത്തെ 6ാമത്തെയും അവസാനത്തേതുമായ പണവായ്പാ നയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI നേരത്തെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ സന്തോഷ് തല്ലിൻ കൂടി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്, ഞങ്ങളുടെ പ്രതിനിധി. സന്തോഷ്, എന്തൊക്കെയാണ് ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടായത്? പ്രത്യേകിച്ച് ഈ RBIയുടെ നയരൂപീകരണ സമിതിയുടെ യോഗം ഇന്നലെ ആരംഭിച്ചിരുന്നല്ലോ. നോട്ട് പിൻവലിക്കലിന്റെ സാഹചര്യം, ഈ ധനക്കമ്മിയുമായി ബന്ധപ്പെട്ട ബജറ്റിലെ പുതിയ സാഹചര്യങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്നാണ് കരുതിയിരുന്നത്. പൊതുവിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അരുൺ, ഊർജിത് പട്ടേലാണ് ഇപ്പോൾ RBIയുടെ പണവായ്പാ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്നും സ്വീകരിക്കുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ ആയ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും നേരത്തെ നിശ്ചയിച്ചത് തന്നെ തുടരും. നേരത്തെ നിശ്ചയിച്ചത് 6.25% റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്കാകട്ടെ 5.75%. ഇത് ആ തരത്തിൽ തന്നെ തുടരും. മാറ്റമൊന്നും വേണ്ടതില്ല എന്നാണ് പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു നിൽക്കുന്നു. കൂടാതെ ആഗോള സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് മാറ്റം വേണ്ട എന്ന് തീരുമാനിച്ചത്. പൊതുവെ അനുകൂല ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നിരക്ക് കുറയ്ക്കുമെന്നായിരുന്നു സാമ്പത്തിക രംഗത്തെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ഏഷ്യൻ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും ഈ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല എന്ന് അതാത് രാജ്യങ്ങൾ തീരുമാനിച്ചു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാറ്റം വരുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോട്ട് മാറ്റത്തെ തുടർന്ന് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തി എന്നതാണ്. ഫെബ്രുവരി 20 മുതൽ ഇനി പിൻവലിക്കാവുന്ന തുക 50,000 രൂപയായി ഉയർത്തി. ഒരാഴ്ച കൊണ്ട് 50,000 രൂപ വരെ ഒരു വ്യക്തിക്ക് പിൻവലിക്കാം. മാർച്ച് 20-നകം, ഈ ശരിക്കും മാർച്ച് 13-നകം എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കുമെന്നും ഊർജിത് പട്ടേൽ വ്യക്തമാക്കി. ഈ പുതിയ പ്രഖ്യാപനം വിപണിയെ ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത്? നേരത്തെ ഈ അടിയന്തര യോഗം ചേർന്ന മുതൽ പൊതുവിൽ ഒരു ഇടിവ് കണ്ടിരുന്നു. എങ്ങനെയാണ് പൊതുവിൽ അതിനെ കാണുന്നത്? അരുൺ, നേരത്തെ ഈ മേഖല പ്രതീക്ഷിച്ചിരുന്നത് ഒരു നിരക്ക് കുറയ്ക്കുമെന്നായിരുന്നു ഒരു പ്രധാന പ്രതീക്ഷ. കാരണം ഈ നോട്ട് മാറ്റത്തിന് ശേഷം ബാങ്കുകളിൽ കൂടുതൽ തുക എത്തിയിട്ടുണ്ട്. ആ ഒരു അനുകൂല സാഹചര്യം കണക്കിലെടുത്ത് ഈ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ കുറയ്ക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല എന്നതാണ് ഒരു പ്രശ്നം. പക്ഷെ ഒരു വലിയ ചാഞ്ചാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറില്ല. കാരണം നേരത്തെ തന്നെ രാജ്യത്തെ ബാങ്കുകൾ അവരുടെ വായ്പയൊക്കെ കുറയ്ക്കാൻ തയ്യാറായിരുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വമേധയാ വായ്പാ നിരക്കൊക്കെ കുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. ഇടവേളയാണ്.